ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക്. പുൽപ്പള്ളിയിലെ കടുവയെ വീണ്ടും കണ്ടതായി നാട്ടുകാർ. പഞ്ചാരക്കൊല്ലിയിലെ ജനവാസ മേഖലയിലാണ് കടുവയെ കണ്ടത്. അതേസമയം കളക്ടർ ആർ മേഘശ്രീയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് ഹാളിൽ നടന്ന യോഗം അവസാനിച്ചു. വിവരങ്ങളുമായി ജോഷ്ല തത്സമയം ചേരുകയാണ്. ജോഷ്ല, നിലവിൽ ഈ കടുവയെ കണ്ടത് ഇന്നലെ ഈ രാധയെ കൊന്ന അതിനടുത്ത് ആ സ്ഥലത്ത് തന്നെ അടുത്താണോ? പഞ്ചാരക്കൊല്ലിയിൽ നൗഫലിന്റെ വീടിനടുത്താണ് കടുവയെ കണ്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അവിടെ ഈ നിരീക്ഷണ സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, പഞ്ചാരക്കൊല്ലിയിലെ ഒരു വീട്ടിനടുത്താണ് കടുവയെ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇപ്പോൾ വനംവകുപ്പ് പോലീസും എല്ലാം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത്. അല്പസമയം മുൻപാണ് നൗഫലിന്റെ വീടിനടുത്ത് അവരുടെ മകൾ കണ്ടു എന്നാണ് പറയുന്നത് കടുവയെ. ഇത് ഈ പ്ലാന്റേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ടീ പ്ലാന്റേഷൻ ആണല്ലോ ഇവിടെ. ഈ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം ടീ പ്ലാന്റേഷൻ ആണല്ലോ പൊതുവേ. അവിടെ അതോടൊപ്പം തന്നെ ടീ പ്ലാന്റേഷൻ അടുത്ത് ജനവാസ മേഖലയുമാണ്. പഞ്ചാരക്കൊല്ലിയുടെ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ച് അവിടെ ഈ തേയിലത്തോട്ടത്തിനടുത്താണോ കണ്ടത് ഈ പുലിയെ, ഈ കടുവയെ കണ്ടത്? തേയിലത്തോട്ടത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കടുവയെ കണ്ടത് എന്നാണ് പറയുന്നത്. നൗഫലിന്റെ മകൾ വീട്ടിന് പുറത്താണ് ഈ കടുവയെ കണ്ടത് എന്നാണ് പറയുന്നത്. ആളുകളെല്ലാം തന്നെ പ്രകോപിതരാണ്. അല്പസമയം മുൻപ് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. കടുവയെ കണ്ട് 3 നായ്ക്കളി ഓടിപ്പിച്ചിട്ട് വരുന്നതാണ് ആ പോലീസുകാർ പോകുന്ന ബൈക്കിൽ കൂടെ. ഞങ്ങൾ കണ്ടതാ. അതാ ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ അവിടെ ചാടി ഇങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങോട്ടാ കയറിപ്പോയത്. മേലെ ഭാഗത്തൊക്കെ പോയത് 3 നായ്ക്കൾ തായ്ക്കൾ ഓടിച്ചു കൊണ്ടിരുന്ന ഞങ്ങള് ഓടിപ്പോന്ന് ഞങ്ങൾ കണ്ടത്. 2-3 നായ്ക്കളെ കൊണ്ട് ഓടി വരുന്നത്. അതല്ല, ജനങ്ങൾ പാർക്കുന്ന അങ്ങോട്ടേക്കാ പോയത്. ആ പ്ലാന്റേഷന്റെ ഉള്ളിൽ നിന്ന് കാട്ട് അങ്ങോട്ടാ പോയത്. അതും ഫോറസ്റ്റാ. കണ്ട ഷാനില്ലോടല്ലേ അവിടെ അല്ലേ കണ്ടത്? ഇവിടെ വെച്ചാ കണ്ട സാധനത്തിൽ നേരെ അങ്ങോട്ട് കയറി അവിടെ കംപ്ലീറ്റ് വീടുകളാണ്. അങ്ങോട്ട് പിന്നെ പോകാൻ കഴിയില്ല. വേറെ പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നല്ലേ. സിജു, ഇപ്പോൾ ദൗത്യസേന എന്തായാലും കടുവയെ പിടിക്കാനുള്ള പ്രയാണത്തിൽ തന്നെയാണ്. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ടീം അടക്കം ദൗത്യത്തിനായി ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഉച്ചയോടുകൂടി ദൗത്യത്തിനായി ഇറങ്ങിക്കഴിഞ്ഞു. അതേസമയം തന്നെ പ്ലാന്റേഷനിൽ ബേസിൽ നേരത്തെ സമരം നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ പ്ലാന്റേഷനിലെ മുന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ കടുവ കണ്ട ഭാഗത്തേക്ക് ഇതിന്റെ നിരീക്ഷണം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനവാസ മേഖലയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് പ്ലാന്റേഷനിലാണ്. നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് കടുവ പോയതെന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ നേരെ അപ്പുറത്തുള്ള ഭാഗം വനമേഖലയാണ്. അതും പ്രശ്നമാണ്. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം, ദൗത്യ സംഘം ഈ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കടുവ ജനവാസ മേഖലയിലേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ് കണ്ട നാട്ടുകാർ പറയുന്നത്. ജോഷ്ല, ഇത് നാട്ടുകാരാണോ ഈ കടുവ ഇറങ്ങിയത് കണ്ടത്? നാട്ടുകാർ അത് ദൗത്യസംഘത്തെ അവർ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ദൗത്യസംഘം അവിടെ എത്തിയത്? അതോ ആ മേഖലയിലടക്കം നേരത്തെ തന്നെ 30 അംഗ സംഘം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? 85ഓളം ദൗത്യ സംഘം ഈ പ്ലാന്റേഷൻ കേന്ദ്രീകരിച്ച് ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല 38ഓളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു സംഘം ആളുകൾ കടുവ ജനവാസ മേഖലയിലേക്ക് 3 നായ്ക്കളെ ഓടിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്നത്. ആ സ്ഥലത്തേക്ക് ദൗത്യ സംഘം എന്തായാലും എത്തിയിട്ടുണ്ട്. പ്ലാന്റേഷൻ കേന്ദ്രീകരിച്ച് തന്നെ കടുവ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, വനപാലകർ നേരത്തെ തന്നെ കണ്ടുപിടിച്ചതാണ്. കാരണം ക്യാമറകളിലെല്ലാം തന്നെ കടുവയുടെ ചിത്രം പതിഞ്ഞിരുന്നു. എന്നാൽ ഇത് സർവേയിൽ പെട്ട കടുവയാണോ, വനംവകുപ്പിന്റെ സർവേയിൽ ഉൾപ്പെട്ട കടുവയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവയെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടുവയെ വീണ്ടും ജനവാസ മേഖലയിൽ കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. നരഭോജിയായ കടുവയായതുകൊണ്ട് തന്നെ ആളുകൾ അത്രയേറെ ഭയചകിതരാണ്. വനപാലകരടക്കം ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതിരിക്കാൻ, ജീവഹാനി ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ആ ഒരു ജനവാസ മേഖല കേന്ദ്രീകരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിജു, ജോഷ്ല, നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു ദൗത്യസേന വയനാട്ടിൽ ഈ പറയുന്ന പോലെ പഞ്ചാരക്കൊല്ലി മേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ കടുവയെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതേ കടുവയാണ് ഇപ്പോൾ ഒരു സംശയം ഉയരുന്നത്. ഇന്നലെ ഈ രാധയെ കൊന്ന അതേ കടുവ തന്നെയാണോ എന്നൊരു സംശയം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? അതോ മറ്റേതെങ്കിലും കടുവയാണോ? ആ കടുവയാണെന്ന കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ടോ നിലവിൽ?
ചാടി ഇങ്ങോട്ട് ഇറങ്ങി. സിജു, ആ കടുവയാണെന്ന കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. പക്ഷേ നിയമങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ കടുവയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു നിയമ നടപടി സ്വീകരിക്കാൻ വനംവകുപ്പിന് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാധയെ കടിച്ചു വന്ന കടുവ തന്നെയാണോ ഇത് എന്നുള്ള ഒരു പരീക്ഷണം അല്ലെങ്കിൽ നിരീക്ഷണം നടത്താൻ വേണ്ടി വനപാലകർ തയ്യാറായിട്ടുള്ളത്. ആ ഒരു പഠനത്തിന് വേണ്ടിയാണ് വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ള അരുൺ സക്കറിയ അടക്കമുള്ള സംഘം ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചത്. എന്തായാലും ഇപ്പോൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഇപ്പോൾ കടുവയെ കണ്ടു, ആ ഭാഗത്ത് കണ്ടു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചുള്ളത്. വനപാലകരെല്ലാം തന്നെ പോലീസ് സേന അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ അന്വേഷണം തെരച്ചിലിന്റെ രീതി എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസിന് ജില്ലാ പോലീസ് മേധാവി അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റിന്റെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അടക്കം, അതോടൊപ്പം തന്നെ നാട്ടുകാരും ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ASP ഉമേഷ് ഗോയൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും കടുവ ഇനിയൊരു ആക്രമണം നടത്താത്ത വിധത്തിൽ, ജനങ്ങൾക്ക് ജീവഹാനി ഇല്ലാത്ത വിധത്തിൽ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ദൗത്യസേനയുടെ കർമ്മം എന്ന് പറയുന്നത്. അത് വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സംശയം, അതായത് ഇപ്പോൾ നിലവിൽ ജോഷ്ന നിൽക്കുന്നത് തേയിലത്തോട്ടത്തിലാണ്. സംബന്ധിച്ചിടത്തോളം പോലീസ് ജോഷ്ന നിൽക്കുന്ന തേയിലത്തോട്ടം, അതിനപ്പുറത്തേക്ക് ജനവാസ മേഖല, ആ ജനവാസ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് വീണ്ടും വനമേഖല. അതാണല്ലോ അതിന്റെ ഒരു ഭൂമിശാസ്ത്രം, അങ്ങനെയല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് തേയിലത്തോട്ടത്തിലാണ്. പ്രിയദർശിനി തേയിലത്തോട്ടമാണിത്. ഈ തേയിലത്തോട്ടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇത്തരത്തിൽ കടുവ ഇറങ്ങിയിരിക്കുന്നത്.